പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജാനുവരി മാസം 23-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ 5 താക്കോലുകൾ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് സങ്കീർത്തനം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയം വസിക്കും. ദാവീദ് പറയാണ്, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയം വസിക്കും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദാവീദ് അതുകൊണ്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കും. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാതലായ വാക്യം 8-ാമത്തെ വാക്യമാണ്. 8-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. 8-ാമത്തെ വാക്യമാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്തുകൊണ്ടാണ് ദാവീദ് എപ്പോഴും സന്തോഷിക്കുകയും എപ്പോഴും മനസ്സാനന്ദിക്കുകയും തൻ്റെ ജഡം നിർഭയം വസിക്കുകയും ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തെ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. എപ്പോഴും എന്നുള്ളത് നിങ്ങൾ റൗണ്ടായി വരയിടാൻ പറ്റുമെങ്കിൽ ഇടണം. നമ്മുടെ ജീവിതത്തിൽ 5 കീകൾ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു കീ ചെയിനകത്ത് പലവിധ താക്കോലുകൾ ഒരുമിച്ച് കിടക്കുന്നത് പോലെ എപ്പോഴും എന്നുള്ള 5 കീകൾ നമ്മളൊരു സമർപ്പണത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ പോവുകയാണ്. അവിടെയാണ് ഒരു വ്യക്തി സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ പോകുന്നത്. അവിടെയാണ് ഭയപ്പെടാതെ വിഷമിക്കാതെ എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ഈ 8-ാമത്തെ വാക്യം നമ്മൾ അവസാനത്തിൽ ഒന്നുകൂടെ ചിന്തിക്കുന്നതാണ്. 5 കീകൾ അല്ലെങ്കിൽ 5 വാക്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. ഇതിനകത്ത് ആരംഭത്തിൽ തന്നെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. സമയക്കുറവുണ്ടല്ലോ, എങ്കിലും ഒരു കാര്യം ഓർപ്പിക്കുന്നു. ദാവീദ് പറയുകയാണ്, എപ്പോഴും എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ലോകക്കാരനെയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവൻ ഇതിൽ വ്യത്യസ്തനായിരിക്കും. ലോകക്കാരൻ അവൻ്റെ ആവശ്യങ്ങളിൽ മാത്രമേ ദൈവത്തെ അന്വേഷിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് അവൻ വെച്ചിട്ട് മാസത്തിലോ ആഴ്ചയിലോ ഏതെങ്കിലും ഒരു സമയം അവൻ ദൈവത്തെ അന്വേഷിക്കും. എന്നാൽ ഒരു ഭക്തൻ, ഒരു വിശ്വാസി, ആശ്രയിക്കുന്നവൻ എപ്പോഴും ദൈവത്തെ കാണുന്നവനായിരിക്കും, എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കും. എങ്കിൽ ദാവീദ് 17-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഇതാ ദാവീദ് പറയാണ്, ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദൈവത്തെ കണ്ടുകൊണ്ട് ഉണരാൻ പറ്റുന്ന ഒരു ഭക്തൻ. ആ നിലയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ 5 താക്കോലുകൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. 1-ാമത്തെ താക്കോല് 25-ാം സങ്കീർത്തനം അതിന്റെ 15-ാമത്തെ വാക്യമാണ്. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഈ വചനം ഇതാ ദാവീദ് പറയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നവർ ഒരു കാര്യം വ്യക്തമായി അറിയുക. ദാവീദ് പറയാണ്, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ലോകക്കാർ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി പറയുന്നത് കണ്ടിട്ടില്ലേ, നിലത്ത് നോക്കി നടക്കില്ലേ, മറിഞ്ഞു വീഴും. എന്നാൽ ഇതാ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എപ്പോഴും എൻ്റെ കണ്ണ് യഹോവയിലേക്കാകുന്നു,
അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. നീ കുടുങ്ങിപ്പോകാതിരിക്കാൻ, നീ വീണു പോകാതിരിക്കാൻ ഇതാ ബൈബിൾ എന്നെയും നിങ്ങളെയും ഒരു വലിയ കാര്യം ഉപദേശിക്കുകയാണ്. എപ്പോഴും എൻ്റെ കണ്ണുകൾ യഹോവയെങ്കിലേക്കാകുന്നു. നമുക്ക് മറ്റൊന്നിലേക്കും നോക്കാതെ, പ്രശ്നങ്ങളെ നോക്കാതെ, പ്രതികൂലങ്ങളെ നോക്കാതെ, നമ്മൾ പേടിച്ചു പോകുന്ന അനുഭവങ്ങൾ, പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയൊക്കെ വരുമ്പോഴാണ് ഇന്ന് എന്നെ കേൾക്കുന്ന ഭക്തന്മാർ വലിയൊരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഞാൻ എപ്പോഴും എൻ്റെ കണ്ണ് എൻ്റെ കർത്താവിൽ ഉറപ്പിക്കും. എങ്കിൽ രണ്ടാമത്തെ താക്കോലിനെ കുറിച്ച് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. രണ്ടാമത്തെ താക്കോല് 34 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദാവീദ് എന്നോട് നിങ്ങളോട് പറയാണ്, ഞാൻ ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും അനുഭവിക്കുന്നെങ്കിലും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേൽ എപ്പോഴും ഇരിക്കും. നമ്മളിൽ കൂടെ നടക്കുന്നവർ പലരും ദൈവത്തെ കുറ്റം പറയുന്നവർ കാണാം, നിരാശ പറയുന്നവർ കാണാം. അത് കേട്ടിട്ട് നമ്മളും ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരാണ്. പക്ഷേ എപ്പോഴും സ്തുതിക്കുന്ന ഒരുത്തനും ദൈവത്തോട് നിരാശ പറയാൻ പറ്റത്തില്ല, ദൈവത്തോട് വിഷമം പറയാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ നാവ് എപ്പോഴും സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ താക്കോല് എപ്പോഴും സ്തുതിക്കുക എന്നുള്ളതാണ്. എപ്പോഴും സ്തുതിക്കുന്നവൻ ഇടറി വീഴത്തില്ല കേട്ടോ. എപ്പോഴും സ്തുതിക്കുന്നവൻ മുൻപോട്ട് പോകും. കാരണം സ്തുതിക്കുന്നവൻ്റെ മുമ്പിൽ എരിഹോവ് വീഴും. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ സ്തുതിക്കുന്നവൻ കാരാഗ്രഹങ്ങളെ പൊട്ടിച്ചു കളയും. എങ്കിൽ ഇന്ന് തീരുമാനമെടുത്തുകൊണ്ട് എപ്പോഴും സ്തുതിക്കാൻ തയ്യാറാകണം. മൂന്നാമത്തെ ചിന്ത 73-ാം സങ്കീർത്തനമാണ്. ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ആസാഫ് ഈ 73-ാം സങ്കീർത്തനത്തിൽ തുടക്കത്തിൽ ഒത്തിരി ഇടറിപ്പോകുന്ന അനുഭവങ്ങളിലാണ് നിൽക്കുന്നത്. പക്ഷേ ആസാഫ് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ തൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറയ്ക്കുകയും അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ആസാഫ് പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യണം. 23-ാമത്തെ വാക്യം, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഇത് ആസാഫ് സങ്കീർത്തനത്തിലൂടെ നമ്മോട് പറയാണ്, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എൻ്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. എപ്പോഴും ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്ന ഭക്തൻ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ മോശയോട് പറയാണ്, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരും. ഹല്ലേലൂയ. ഏത് ശത്രുവിൻ്റെ മുമ്പിലും വീണു പോകത്തില്ലെന്നുള്ള ഉറപ്പാണ് ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എങ്കിൽ മൂന്നാമത്തെ കീ വളരെ ഉറപ്പായിട്ടും സ്വീകരിക്കണം. എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു, ദൈവത്തിൽ തന്നെ ഉറപ്പിച്ചു പോകുന്ന ഒരു ഭക്തൻ, അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ദൈവത്തെ കൂടെ കൊണ്ടുപോകുക, നിൻ്റെ ജീവിതം സക്സസ് ആകും. എങ്കിൽ നാലാമത്തെ കീയിലേക്ക് വരികയാണ്. 119-ാം സങ്കീർത്തനം അതിൻ്റെ 98-ാമത്തെ വാക്യം, നിന്റെ കൽപ്പനകൾ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു, അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. 119-ാം സങ്കീർത്തനം ആഴമായി പഠിക്കുന്നവർക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള ആഴങ്ങൾ കാണാൻ പറ്റും. അതേ നിലയിൽ ഒരു വാക്യമാണ്, നിന്റെ കൽപ്പനകൾ എൻ്റെ ശത്രുക്കളെക്കാൾ എന്നെ ബുദ്ധിമാനാക്കും, അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഉള്ളിലുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഉള്ളിലുള്ള ഒരു ഭക്തൻ, അവൻ്റെ പേര് ജയാളി എന്നാണ്. ഏത് പ്രതികൂലത്തിലും, ഏത് പരീക്ഷയിലും, ഏത് പ്രശ്നത്തിനകത്തും ദൈവവചനം അവനെ ജയിപ്പിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവവചനം ഉള്ളിലുള്ള ഒരു ഭക്തൻ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെ നിശ്ചയമായും ജയിപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ നാലാമത്തെ കീ, ശത്രുക്കളെക്കാൾ ഉന്നതനാക്കുന്ന ദൈവത്തിൻ്റെ വചനം. ആ വചനം എപ്പോഴും നമ്മിൽ വസിക്കട്ടെ, ആ വചനം നമ്മളെ ജയത്തിലേക്ക് നടത്തട്ടെ. എങ്കിൽ അഞ്ചാമത്തെ കീ നമ്മൾ വായിച്ച വാക്യം തന്നെയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. 16-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. നിങ്ങളിൽ ചിലവർ തലമുറകളെയൊക്കെ പഠിപ്പിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ പലവിധ വിഷയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ടാകാം. ആ വിഷയത്തിനകത്ത് അല്ലെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി ഒരാൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകുമ്പോൾ, അതിൻ്റെ സാമ്പത്തികം എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങൾ ബലപ്പെടാറുണ്ട്. കാരണം എന്താണെന്ന് പറയുക, ചെയ്യാമെന്ന് പറഞ്ഞാൽ ശക്തനാണ്. ചിലവർ ആ സമയത്ത് വന്ന് നമ്മളോട് ചോദിക്കും, എന്ത് കണ്ടിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ധൈര്യത്തോടെ പറയും, ആ വ്യക്തി നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ തലമുറയെ ആ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞു. എങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ, ലോകക്കാർ പലതിനകത്തും ബലപ്പെടുന്നത് പലവരും സഹായിക്കുന്ന സമയത്താണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ഞാൻ ഉറയ്ക്കണം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്,
എൻ്റെ വീട് പണി പൂർത്തീകരിക്കും. എൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ദൈവം പൂർത്തീകരിക്കും. എനിക്ക് വേണ്ടി ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യും. കാരണം ഞാൻ ഇന്നു മുതൽ എൻ്റെ ദൈവത്തെ ആശ്രയിക്കുകയാണ്. ആര് ചോദിച്ചാലും ബലത്തോടെ ഞാൻ പറയും, യഹോവയെ ഞാൻ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ വലതു ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. എപ്പോഴും എൻ്റെ ദൈവം എൻ്റെ മുമ്പിലുണ്ട്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ 5 കീയിൽ ബലപ്പെടണം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ജീവിതത്തെ ഈ പ്രഭാതത്തിലൊന്ന് ബലപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യാണ്. ഇന്നു മുതൽ ഞങ്ങൾ ഈ 5 കീയിൽ ഞങ്ങൾ ബലപ്പെടും. കർത്താവിനെ ഞങ്ങളുടെ കണ്ണുകളിൽ ഉറപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ നാവിൽ അവനെ സ്തുതിച്ചുകൊണ്ട്, കർത്താവിൻ്റെ അടുത്തിരുന്നു കൊണ്ട്, കർത്താവിൻ്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട്, ഞങ്ങളെ യഹോവയെ എപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഉറക്കുകയാണ്. ഞങ്ങൾ ജയത്തിൽ നടക്കും. യേശുവേ, ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ക്ഷണിക്കുന്നു. അതേപോലെ എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്ന ആരാധനയിലേക്ക് നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ, നമുക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരിലും ഒക്കെ ആരാധനകളുണ്ട്. നിങ്ങൾ കടന്നു വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നേരിട്ട് കടന്നു വരണമേ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.